ഹായ് മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് പാർട്ടീഷൻ ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. പാർട്ടീഷൻ ഫംഗ്ഷൻ ആക്ച്വലി എന്താണ് പാർട്ടീഷൻ ഫംഗ്ഷൻ? ഒരു സ്റ്റാറ്റിക്കൽ തെർമോഡൈനാമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡിസ്ക്രൈബ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ഒരു സ്റ്റാറ്റിക്കൽ പ്രോപ്പർട്ടിയെ നമ്മൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റാറ്റിക്കൽ പ്രോപ്പർട്ടിയെ ഒരു എന്താ പറയുക, നമുക്ക് ഫ്രീ എനർജി, ആ ഫ്രീ എനർജിയെ അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി, തെർമോഡൈനാമിക് പ്രോപ്പർട്ടി അല്ലേ, ആ ഫ്രീ എനർജിയെ അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജിയെ നമുക്ക് സ്റ്റാറ്റിക്കൽ പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസിനെയാണ് പാർട്ടീഷൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ പാർട്ടീഷൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റിയാണ്, യൂണിറ്റ് ഇല്ല. ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റിയാണ് പാർട്ടീഷൻ ഫങ്ഷൻ, അതിന് യൂണിറ്റ് ഇല്ല. ഇനി കൺസെപ്റ്റ് ഓഫ് പാർട്ടീഷൻ ഫങ്ഷൻസ് പ്രൊവൈഡ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം ആൻഡ് എ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി. ഒരു മൈക്രോസ്കോപ്പിക്, നമുക്കറിയാം തെർമോഡൈനാമിക് പ്രോപ്പർട്ടി പറഞ്ഞൊരു ബൾക്ക് പ്രോപ്പർട്ടിയാണ്. ആ ബൾക്ക് പ്രോപ്പർട്ടി ഒരു സ്റ്റാറ്റിക്കൽ പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇക്വേഷനെ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. സോ ദിസ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഇറ്റ്സ് പ്രൊവൈഡ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി ആൻഡ് ദ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം. ഓക്കെ, നമുക്കതിനകത്ത് ഫസ്റ്റ് തന്നെ പാർട്ടീഷൻ ഫംഗ്ഷൻ അത് നമ്മൾ പഠിക്കുന്നതാണ് മോളിക്കുലാർ പാർട്ടീഷൻ ഫംഗ്ഷൻ. മോളിക്കുലാർ പാർട്ടീഷൻ function which is represented by the letter Q. So molecular partition function, which is a function, shows how the energy of a system of molecule is partitioned among the energy level. അപ്പോൾ മോളിക്കുലാർ പാർട്ടീഷൻ ഫങ്ഷൻസ് Q എന്ന് പറഞ്ഞാൽ അതെന്താണ്? which shows, or this partition function shows how this energy of the system of a molecule is partitioned among the energy level. എങ്ങനെയാണ് ഒരു മോളിക്യൂളിൽ അതിൻ്റെ എനർജി എന്ന് പറയുന്നത്, മോളിക്കുലാർ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ എനർജി ലെവലിൽ എങ്ങനെയെല്ലാം പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ മെഷർമെൻറ്റാണ്, എന്നതിൻ്റെ ഫങ്ഷനാണ് മോളിക്കുലാർ പാർട്ടീഷൻ ഫങ്ഷൻ Q എന്ന് പറയുന്നത്. സോ നമുക്ക് എഴുതാം Q is equal to, നമ്മൾ കണ്ടുപിടിക്കും മോളിക്കുലാർ പാർട്ടീഷൻ ഫംഗ്ഷൻ ഈസ് ഫൈൻഡ് ഔട്ട് ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. Q is equal to sigma I from gi into e raised to minus epsilon I by kt. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? മോളിക്കുലാർ പാർട്ടീഷൻ ഫംഗ്ഷൻ. നമുക്കറിയാം ഹിയർ gi is the degeneracy of the ith energy state, epsilon I be the energy of that particular state, k is Boltzmann constant and T is temperature. Okay, consider this Boltzmann distribution law. നമുക്കറിയാം Boltzmann distribution, we know that Boltzmann distribution law Ni by N is equal to Gi into e raised to minus epsilon I by kt all divided by sigma I Gi e raised to minus epsilon I by kt. ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനിലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്താണ്? സിഗ്മ I ഇൻറ്റു GI e റൈസ് ടു മൈനസ് EI ബൈ KT, അതല്ലേ ഇത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതാം? മോളിക്കുലാർ പാർട്ടീഷൻ ഫംഗ്ഷൻ എഴുതി കൂടെ. അപ്പോൾ ഈ ഒരു ടേമിനെ നമുക്ക് നോക്കാം, ഈ ഒരു ടേമിനെ പകരം എനിക്ക് എന്തെഴുതാം? Q എന്നുള്ള വാല്യൂ എഴുതാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിനെ മായിച്ചിട്ട് ഞാൻ എങ്ങനെ എഴുതുന്നു? Q എന്നെഴുതുന്നു. ദാറ്റ് ഈസ് Ni ബൈ N ഈക്വൽ ടു GI e റൈസ് ടു മൈനസ് എപ്സിലോൺ I ബൈ KT. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. GIയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ N ഇങ്ങോട്ടേക്ക് പോകില്ലേ? അപ്പോൾ എന്ത് വരും? GIയെ ഞാൻ ഇങ്ങോട്ടേക്കും Nനെ മാറ്റി എഴുതും. ഞാനിതിൽ തന്നെ എഴുതുന്നു കേട്ടോ. GI എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഇതാണ് മോളിക്കുലാർ, മറ്റേ GI എന്തായിരുന്നു? അതിൻ്റെ സ്റ്റേറ്റിൻ്റെ ഡീജനറസി ഓഫ് എ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ N എഴുതുന്നു, നമ്പർ ഓഫ് മോളിക്യൂൾസ്. സോ N ബൈ Q ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ I ബൈ KT എന്ന് എഴുതുന്നു. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഫ്രം ദിസ് ഇക്വേഷൻ, ആൻ ആവറേജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ എനർജി സ്റ്റേറ്റ് ഇൻ എനി എനർജി ലെവൽ
ആവറേജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ എനർജി സ്റ്റേറ്റ് ഇൻ എനി എനർജി ലെവൽ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ NI/GI. ഒന്നും കൂടി, ആവറേജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ എനർജി സ്റ്റേറ്റ് ഇൻ എനി എനർജി ലെവൽ അറ്റ് എനി ടെമ്പറേച്ചർ, ദറ്റ് ഈസ് NI/GI. ഈ ഫ്രാക്ഷനാണ്, ഇതിനെയാണ് പറയുന്നത്. ദറ്റ് ഈസ് ആവറേജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒന്നുകൂടി, ആവറേജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ എനർജി സ്റ്റേറ്റ് ഇൻ എനി എനർജി ലെവൽ ഈ at an given temperature, at any temperature is decreases, this value is decreases as exponentially with the energy of the state increase. നോക്കൂ, എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, എനർജി ലെവൽ കൂടുന്നതിനനുസരിച്ച് ആവറേജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ എനർജി സ്റ്റേറ്റിന് എനി എനർജി ലെവൽ അറ്റ് എ ടെമ്പറേച്ചർ ഇസ് ഡിക്രീസ് ചെയ്യും എക്സ്പോണൻഷ്യലി വിത്ത് എനർജി ഓഫ് ദ ലെവൽ. അതായത് മോസ്റ്റ് ഓഫ് ദ ടൈം എനർജി പാർട്ടിക്കിൾ എവിടെയായിരിക്കും ഉണ്ടാവുക? ലോവസ്റ്റ് എനർജിയുള്ള സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. മനസ്സിലായില്ലേ? ഒരു എനർജി സ്റ്റേറ്റ്, ഒരുപാട് സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ ഈ എനർജി ലെവലിലേക്ക് പാർട്ടിക്കിൾസ്, ഇപ്പം ഈ ഒരു ഹയർ ലെവലിൽ പാർട്ടിക്കിൾ കാണാനുള്ള ഒരു സാധ്യത ഇപ്പം ഒരു 4-5 ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പാർട്ടിക്കിൾസ് ഇതിൽ കാണാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് എനർജി ദ പാർട്ടിക്കിൾ, ആവറേജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ എനർജി സ്റ്റേറ്റ്സ് ഇൻ എനി എനർജി ലെവൽ അറ്റ് എനി ടെമ്പറേച്ചർ ഈസ് ഡിക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ദ എനർജി ഓഫ് ദ ലെവൽ. എനർജി ഓഫ് ദ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത കുറവായി വരും. എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം പാർട്ടിക്കിൾസ് വിൽ സിറ്റുവേറ്റഡ് ഓൺ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഇൻഫറൻസ്. രണ്ടാമത്തത്, അറ്റ് ലോവർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ റാപ്പിഡ്ലി ദ റേറ്റ് ഡിക്രീസ്. ലോവർ ടെമ്പറേച്ചറിലും, അതായത് ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കുന്ന സമയത്തും പാർട്ടിക്കിൾ എവിടെ ആയിരിക്കും ഉണ്ടാവുക? ലോവസ്റ്റ് എനർജി സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അതാ പറഞ്ഞത്, അറ്റ് ലോവർ ടെമ്പറേച്ചർ മോർ റാപ്പിഡ് ദ റേറ്റ് ഓഫ് ഡിക്രീസ്. മോർ റാപ്പിഡ് ദ റേറ്റ് ഈസ് ഡിക്രീസ്. ഇനി വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മോളിക്കുലർ പാർട്ടീഷൻ ഫംഗ്ഷൻ Q? വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ്? സിഗ്നിഫിക്കൻസ് നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്, സിഗ്നിഫിക്കൻസിൻ്റെ കാര്യം നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. അതിന് വേണ്ടിയിട്ട് ഫോർ എ കൺവെൻഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എപ്സിലോൺ 0 എനർജീനെ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എനർജിയെ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് എപ്സിലോൺ I വാല്യൂസ് റിലേറ്റീവ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് വിച്ച് ഹാസ് ഡീജനറസി G0. അപ്പം എപ്സിലോൺ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ റിലേറ്റീവ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റിനനുസരിച്ച്, ഇത് ഈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഗ്രൗണ്ട് സ്റ്റേറ്റ്, അത് കഴിഞ്ഞ് എപ്സിലോൺ 1 ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്, രണ്ടാമത്തെ സ്റ്റേറ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്, അങ്ങനെ പോകും. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റേറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഓരോ സ്റ്റേറ്റിൻ്റെയും ഡീജനറസി G0 ആണെന്ന് വിചാരിക്കുക. ഇനി നമുക്കറിയാലോ, എന്നാൽ ക്യൂവിനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാലോ. മോളിക്കുലർ പാർട്ടീഷൻ ഫംഗ്ഷൻസ് Q ഈക്വൽ ടു എന്തെന്ന് വരിക? സിഗ്മ I ഇൻറ്റു GI ഇൻറ്റു e റേസ് ടു മൈനസ് എപ്സിലോൺ I/KT. ഓക്കെ, കേസിൽ ഒന്നാമത്തെ കണ്ടീഷൻ, വെൻ ടെമ്പറേച്ചർ അപ്രോച്ചസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ അപ്രോച്ചസ് ടു 0, അതായത് ടെമ്പറേച്ചർ 0 ആവുന്ന കേസിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഈ ഒരു വാല്യൂ 0 ആവുക എന്ന് പറഞ്ഞാൽ 1/0 എന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റി ആയിരിക്കും. e റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, e റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് ഹോൾ വാല്യൂ ഈസ് ബിക്കം 0. ഇത് 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പം 0 ആയിട്ട് മാറുമ്പോൾ എന്താവും? GI ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ അത് 0 ആവും, ആ വാല്യൂ 0 ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K ബിക്കം 0 ആവുന്ന കേസിൽ, അതായത് ടെമ്പറേച്ചർ അപ്രോച്ചസ് ടു 0 ആവുന്ന കേസിൽ മോളിക്കുലർ പാർട്ടീഷൻ ഫംഗ്ഷൻ 0 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതങ്ങനെ ഒരിക്കലും നമുക്ക് പോസിബിൾ ആവില്ലല്ലോ. മോളിക്കുലർ പാർട്ടീഷൻ ഫംഗ്ഷൻ അങ്ങനെ 0 ആയിട്ട് വരില്ലല്ലോ. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്നൊരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് പാർട്ടിക്കിൾ എന്ന് വിചാരിക്കുക. അതായത് നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് പാർട്ടിക്കിൾ. അപ്പോൾ അതിൻ്റെ എനർജി 0 ആവാൻ വിചാരിക്കാം. അപ്പോൾ എനർജി 0 ആവുന്ന കേസിൽ ടെമ്പറേച്ചർ അപ്രോച്ചസ് ടു 0 ആകുന്നു. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ നമ്മൾ 0 ആക്കിയിട്ട് 1/0 ഇൻഫിനിറ്റിന്ന് എടുത്തിട്ട് ഈ വാല്യൂ ഒന്നായിട്ട് 0 ആകുമ്പം ഇതിനൊരു മീനിങ് ഇല്ല. മോളിക്കുലർ പാർട്ടീഷൻ ഫംഗ്ഷൻ 0 എന്ന് പറഞ്ഞാൽ ഒരു മീനിങ് ഇല്ല. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കൺസിഡർ ചെയ്യും. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കൺസിഡർ ചെയ്യുമ്പം എനർജി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടു, എപ്സിലോൺ 0 ഈക്വൽ ടു 0 എന്ന് കണ്ടു. അപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എനർജി 0 ആകുമ്പം 0/something അറ്റ് KT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. e റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ത് വരും? 1 എന്ന് വരും. സോ അറ്റ് ടെമ്പറേച്ചർ ടെൻസ് ടു 0, അറ്റ് ലിമിറ്റ് ടെൻസ് ടു 0, നമുക്കിങ്ങനെ എഴുതാം ഇക്വേഷനെ. ലിമിറ്റ് T ടെൻസ് ടു 0, Q ഇസ് ഈക്വൽ ടു G0. അറ്റ് ലിമിറ്റ് T ടെൻസ് ടു 0, Q ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? G0 എന്ന് വരും. ഓക്കെ, ഇതാണ് ഇൻക്ലൂഡിങ്
temperature at 0 Kelvin. Okay, അപ്പം at T is equal to 0, the partition function Q is equal to degeneracy of a ground state. ഇതാണ് ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ്. ഇതിലുള്ള ഈ ഫംഗ്ഷൻ്റെ സിഗ്നിഫിക്കൻസ് ആണോ ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുന്നത്? വെൻ ടി is equal to അല്ലെങ്കിൽ when t is equal to 0, the partition function Q, when t is equal to 0, the partition function Q is equal to the degeneracy of ground state G0. നമ്മളിവിടെ എഴുതിയപ്പം ഇത് ഇൻഫിനിറ്റി ആവും, ഇതിൻ്റെ വാല്യൂ 0 ആവും, ഇപ്പോൾ ഒന്നായിട്ട് ടേം 0 ആവും. സോ ഇറ്റ് ഹാസ് നോ സിഗ്നിഫിക്കൻറ്റ്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ലോവർ ടെമ്പറേച്ചറിൽ പാർട്ടിക്കിൾ എവിടെ ആയിരിക്കും ഉണ്ടാവുക? ഒരു ടെമ്പറേച്ചർ നമ്മൾ കൊടുത്തില്ല. അപ്പോൾ ലോവർ ടെമ്പറേച്ചറിൽ പാർട്ടിക്കിൾ ഈസ് ഓൾവേസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ E0 എന്ന് പറയുന്ന അതിൻ്റെ എനർജി 0 എന്ന് കൊടുത്തു. അങ്ങനെ വരുമ്പം 0 ആയി, 0 ബൈ സം എനിത്തിങ് 0 റേസ് ടു 0 1 എന്ന് വരും. സോ മോളിക്കുലാർ പാർട്ടീഷൻ ഫംഗ്ഷൻ ഈസ് ബിക്കം GI. ദാറ്റ് മീൻ GI മീൻസ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരുമ്പോൾ G0. ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എനർജി നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ ഡീജനറസി G0 ആണെന്ന്. അപ്പം G0. അപ്പോൾ ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് ഇക്വേഷൻ്റെ മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് G0 എന്നായി. വെൻ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ, രണ്ടാമത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. വെൻ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇക്വേഷൻ നമ്മൾ നോക്കിയാൽ നിങ്ങൾ ടെമ്പറേച്ചർ ഈ കേസിൽ വെരി ഹൈ ആവുക, വളരെ വലിയ വാല്യൂ ആവുമ്പം ഈ വാല്യൂ വളരെ ചെറുതായിരിക്കും. e⁻⁻0 എന്നുള്ള ഈ വാല്യൂ ഒന്നായിട്ട് എന്തായിട്ട് മാറും? 0 എന്നായിട്ട് വരും. ദാറ്റ് ഈസ് 1/kT എന്നുള്ള വാല്യൂ ഇറ്റ് ഈസ് ബിക്കം 0. സോ ഈ വാല്യൂ 0 ആവുമ്പം 1/kT വാല്യൂ 0 ആവും. നമ്മൾ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. 1/kT എന്നുള്ള വാല്യൂ നമ്മൾ ഇത് ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യും. ഹൈ ടെമ്പറേച്ചർ ആവുന്ന കേസിൽ ദിസ് ഡിനോമിനേറ്റർ വാല്യൂസ് ബിക്കം 0. അങ്ങനത്തെ കേസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള പ്രോപ്പർട്ടി എന്തായിരിക്കും? അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കാണുന്ന പ്രോപ്പർട്ടി എന്തായിരിക്കും? ഹൈ ടെമ്പറേച്ചറിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ പിന്നെ പാർട്ടിക്കിൾസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലാവില്ല കാണുക. അപ്പം നമുക്ക് എഴുതുമ്പം നമ്മൾ എഴുതുമ്പോൾ ഒരു ഹൈ വാല്യൂ ഡിവൈഡഡ് ബൈ KT 0, എനിത്തിങ് റേസ് ടു 0 ബിക്കം ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ബിക്കം ഇൻഫിനിറ്റി എന്ന് വരും. അപ്പം ഈ ഒരു വാല്യൂ ആയിട്ട് ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് കിട്ടുമ്പം ഇവിടെ എന്താ കിട്ടുക? ഇൻഫിനിറ്റി എന്നുള്ളതിലേക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹൈ ടെമ്പറേച്ചർ നമുക്ക് എഴുതാം. അണ്ടർ ഹൈ ടെമ്പറേച്ചർ ലിമിറ്റ് T ടെൻസ് ടു 0 Q, that is molecular partition functions Q is become infinity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when temperature is very high, the molecular partition function is close to infinity. Molecular partition function is close to infinity. Okay, so ഇതാണ് വരിക. അപ്പം അറ്റ് ഹൈ ടെമ്പറേച്ചർ ഓൾ സ്റ്റേറ്റ്സ് ആർ ആക്സസബിൾ ടു മോളിക്യൂൾ. ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ എല്ലാ സ്റ്റേറ്റും ഒരു മോളിക്യൂളിന് ആക്സസബിൾ ആയിരിക്കും. അണ്ടർ ഹൈ ടെമ്പറേച്ചർ molecules can accessible, all states were accessible to a molecule. ഓക്കെ, അപ്പം ഹൈ ടെമ്പറേച്ചറിൽ എന്താ സംഭവിക്കുക? മോളിക്യൂളിന് അതിൻ്റെ എല്ലാ സ്റ്റേറ്റുകളും അതിന് ആക്സസിബിൾ ആയിരിക്കും, മറന്നു പോകരുത്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് വാട്ട്? മോളിക്കുലാർ പാർട്ടീഷൻ ഫംഗ്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ. കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ Q ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്കറിയാം കാനോണിക്കൽ എൻസംബിളൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഒരു കോൺസ്റ്റൻറ്റ് NVT അല്ലേ, നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ Q ഈസ് ഈക്വൽ ടു സിഗ്മ I ഇൻറ്റു e⁻ EI/kT. മനസ്സിലായില്ലേ? മറ്റേത് എപ്സിലോൺ I എന്ന് പറഞ്ഞാൽ ചെറിയൊരു എനർജി ആയിരുന്നു, ഇവിടെ EI ആണ് നമ്മൾ പറയുന്നത്. ഈ കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷന് രണ്ട് തരത്തിലുള്ള പിന്നെ അവസ്ഥകളുണ്ട്. രണ്ട് കണ്ടീഷനിൽ നമുക്ക് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് ഡിസ്റ്റിങ്ക്വിഷബിൾ മോളിക്യൂൾ, നമുക്ക് ഓരോ മോളിക്യൂളിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്ന കേസാണ് നമുക്ക് സപ്പോസ് A, B, C എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 മോളിക്യൂൾസ് എന്ന് വിചാരിക്കാം. ഈ 3 മോളിക്യൂൾ നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. A ഏതാണെന്നും B ഏതാണെന്നും C ഏതാണെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മളതിൻ്റെ എനർജി ഓഫ് E1 ഓഫ് A, E1, E2 ഓഫ് A, E3 ഓഫ് A എന്ന് പറയുന്നത് എയുടെ ഡിഫറെൻ്റ് എനർജി ലെവലിലുള്ള എനർജിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റിൽ എയുടെ എനർജി E1A, രണ്ടാമത്തെ സ്റ്റേറ്റിലെ എയുടെ എനർജി E2A, മൂന്നാമത്തെ സ്റ്റേറ്റിലെ എയുടെ എനർജി E3A. നമുക്കിങ്ങനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് എഴുതാം B എന്ന മോളിക്യൂളിൻ്റെ E1B,
E2b, E3b അല്ലേ, നമുക്കിങ്ങനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം EI എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനെ സംബന്ധിച്ച് അതിൻ്റെ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം EI എന്ന് പറയുന്നത് എപ്സിലോൺ I ഓഫ് എയുടെയും എപ്സിലോൺ I ഓഫ് ബി, നമ്മൾ ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസിൻ്റെ എല്ലാത്തിൻ്റെയും എനർജി കൂട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷനെ നമുക്ക് എഴുതാൻ പറ്റുന്നത് സിഗ്മ I ഫ്രം ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ I ഓഫ് എ പ്ലസ് എപ്സിലോൺ I ഓഫ് ബി പ്ലസ് എക്സെട്രാ ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ KT അല്ലേ. ടോട്ടൽ എനർജി ഡിവൈഡ് ബൈ KT ചെയ്താൽ പോരെ. അപ്പോൾ നമുക്കിതിനെ രണ്ട് ഫംഗ്ഷനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതി കൂടെ. എങ്ങനെ എഴുതാം? സിഗ്മ I ഇൻറ്റു ഇ റൈസ് ടു I ഇൻറ്റു ഇത്രയും ഫംഗ്ഷൻ ഒരു ടേം ഇൻറ്റു ഇ റൈസ് ടു പിന്നെ എയുടെ ഫംഗ്ഷൻ്റെ ഒരു ടേം ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് ബിയുടെ ടേം. നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് നോക്കിയാൽ. നമ്മൾ എഴുതുമ്പം Q ഇസ് ഈക്വൽ ടു സിഗ്മ I ഇൻറ്റു ഇ റൈസ് ടു മൈനസ് EI ബൈ KT ഓഫ് എ, EI ഓഫ് എ ബൈ KT ഇൻറ്റു സിഗ്മ I ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ I ഓഫ് ബി, ഇ ബി ബൈ KT ഇൻറ്റു എക്സെട്രാ എന്ന് പറഞ്ഞ് പോവാം. എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡിവിജ്വലി ഇതേതാണ്, ഈ ടേം ഏതാണ്? എപ്സിലോൺ എ ബൈ KT എന്ന് പറഞ്ഞാൽ ഏതാണ്? പാർട്ടീഷൻ ഫംഗ്ഷൻ ആണല്ലേ, പാർട്ടീഷൻ ഫംഗ്ഷൻ ഓഫ് എ ആണ്. സോ നമുക്കിതിനെങ്ങനെ എഴുതാം? Q ഓഫ് എ പാർട്ടീഷൻ ഫംഗ്ഷൻ ഓഫ് എ ഇൻറ്റു പാർട്ടീഷൻ ഫംഗ്ഷൻ ഓഫ് ബി ഇൻറ്റു എക്സെട്രാ. അപ്പോൾ ഇങ്ങനത്തെ n മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഇത് 2 മോളിക്യൂൾ ഉണ്ടാകുമ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പോൾ n മോളിക്യൂൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? ഇതിനെ എഴുതുമ്പം അതിൻ്റെ കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ functions for a n molecule Q is equal to Q raised to n എന്ന് എഴുതും. എത്ര മോളിക്യൂൾ ഉണ്ടോ അത് എഴുതും. ഇറ്റ് ഈസ് ഫോർ ഡിസ്റ്റിങ്വിഷബിൾ മോളിക്യൂൾസിനാണ്, ഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിലാണ്. രണ്ടാമത്തെ കേസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിൻ്റെ കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ നമ്മളെങ്ങനെ എഴുതും? ഇൻഡിസ്റ്റിങ്വിഷബിൾ മോളിക്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ എഴുതുന്നത് എന്ത് ചെയ്താൽ മതി? നമ്മളതിനകത്ത് ഇൻഡിസ്റ്റിങ്വിഷബിൾ മോളിക്യൂൾ ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ പോസിബിൾ ഫോർ n പാർട്ടിക്കിൾ. ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഡിസ്റ്റിങ്വിഷബിൾ മോളിക്യൂൾ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ പോസിബിൾ ഫോർ n പാർട്ടിക്കിൾ ഈസ് n ഫാക്ടോറിയൽ അല്ലേ. ഒരു പിന്നെ സ്റ്റാറ്റിക്കൽ തെർമോഡൈനാമിക്സ് പ്രകാരം ഇൻഡിസ്റ്റിങ്വിഷബിൾ മോളിക്യൂൾ ആണെങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ പോസിബിൾ ഫോർ n പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ആണ്. So canonical partition functions for an indistinguishable molecules is written as Q is equal to Q raised to n divided by n factorial. This is for canonical partition functions for indistinguishable molecules. മനസ്സിലായോ പറഞ്ഞത്? പിടികിട്ടിയോ? സംശയമുണ്ടോ? നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ ലാസ്റ്റ് ഒരു കുറഞ്ഞ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അതായത് ഇൻറ്റേർണൽ എനർജി ആൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ. ഹൗ ദിസ് ഇൻറ്റേർണൽ എനർജി, തെർമോഡൈനാമിക് പാരാമീറ്റർ ഇൻറ്റേർണൽ എനർജി റിലേറ്റഡ് ടു പാർട്ടീഷൻ ഫംഗ്ഷൻ. നമുക്ക് നോക്കി നോക്കാം. നമുക്കറിയാം പാർട്ടീഷൻ ഫംഗ്ഷൻസ് മോളിക്കുലർ പാർട്ടീഷൻ ഫംഗ്ഷൻ സിഗ്മ I ഇൻറ്റു GI ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ I ബൈ KT നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ്. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സിഗ്മ I ഇൻറ്റു NI നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ആൻ ith സ്റ്റേറ്റ് ഇൻറ്റു കറസ്പോണ്ടിങ് എനർജി EI. ഇതിനെയാണ് നമ്മൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഇത് നമ്മൾ മൈൻഡിൽ വെക്കുക. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലോൺ I എന്ന് പറയും, പിന്നെ സമേഷൻ ഓഫ് NI എപ്സിലോൺ I ഇതാണ് ടോട്ടൽ എനർജി. ശരിയല്ലേ? നമ്പർ ഓഫ് ith മോളിക്യൂൾസ് ഇൻറ്റു എനർജി ഓഫ് ദാറ്റ് പാർട്ടിക്കിൾസ് ഇൻ പെർട്ടിക്കുലർ സ്റ്റേറ്റ് NI സ്റ്റേറ്റ്. ഇത് നമുക്കറിയാം മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ അക്കോർഡിംഗ് ടു ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ, ദാറ്റ് ഈസ് NI ബൈ N ഈക്വൽ ടു GI ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ I ബൈ KT ഓൾ ഡിവൈഡഡ് ബൈ സിഗ്മ I GI ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ I ബൈ KT. ഈ ഒരു ടേമിനെ നമ്മൾ പാർട്ടീഷൻ ഫംഗ്ഷൻ്റെ ടേമിൽ എഴുതുമ്പം ഇതാണ് മോളിക്കുലർ പാർട്ടീഷൻ ഫംഗ്ഷൻ. ഇതിനെ ഞാൻ എന്താക്കി എഴുതുന്നു? Q എന്ന് എഴുതുന്നു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 2 കൊടുക്കാം. ദിസ് അപ്ലൈ NI ഇപ്പോൾ NI എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? NI എന്നുള്ള വാല്യൂ എന്തായിരിക്കും വരിക? ഇവിടെ നിന്ന് ഈ N നെ ഇങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞത് NI മാത്രമായി. അപ്പം ഞാൻ ഇവിടെ തന്നെ അതിനെ ശരിയാക്കി എഴുതുന്നു. N ഇൻറ്റു GI കണ്ടോ? N ഇൻറ്റു GI
ഓക്കെ, എൻ ഇൻറ്റു ജി ഐ. ഇപ്പോൾ എൻ ഐ എന്നുള്ള വാല്യൂ എനിക്കിവിടെ കിട്ടി. നോക്കൂ, ഈ കിട്ടിയ വാല്യൂ ഞാൻ ഇക്വേഷനിലേക്ക് കൊടുക്കുക, എൻ ഐയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക ഞാൻ തന്നെ. അപ്പം ടോട്ടൽ എനർജി എനിക്ക് കിട്ടി. എനർജി ഈക്വൽ ടു സിഗ്മ ഐ. എൻ ഐ എന്നുള്ള വാല്യൂ എനിക്കിപ്പം അക്കോർഡിംഗ് ടു ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ പ്രകാരം എനിക്ക് എൻ ഐ എന്നുള്ള വാല്യൂ കിട്ടി, ഇൻറ്റു സിഗ്മ ഐ ചെയ്താൽ മതി. അപ്പം ഞാൻ ആ വാല്യൂ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുമ്പം എനിക്ക് എന്താ വരുന്നത് നോക്കിയാൽ നിങ്ങൾ, ദറ്റ് ഈസ് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഇൻറ്റു എൻ ജി ഐ ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ ഐ ബൈ കെ ടി ബൈ ക്യൂ ഇൻറ്റു, പിന്നെ ഇവിടെ ആരുണ്ട്, ഇ ഐ എപ്സിലോൺ ഐ എന്നുള്ള വാല്യൂ ഉണ്ട്, അത് ഇവിടെ കൊടുക്കണം, ഇൻറ്റു എപ്സിലോൺ ഐ. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 3. ഈ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം, സമേഷൻ്റെ ടേമിൽ നിന്നും എൻ എന്ന് പറഞ്ഞ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, മോളാർ പാർട്ടീഷൻ ഫംഗ്ഷൻ അതും കോൺസ്റ്റൻ്റ് ആണ്. ഇതിൽ സമേഷൻ അത് ഐ ടേം ഇല്ല. സോ ഐ ടേം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഐ ടേം ഇല്ലാത്തതിനെ നമുക്ക് ഈ സമേഷൻ്റെ പുറത്തെടുക്കാം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ, എനർജി ദറ്റ് ഈസ് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എൻ ബൈ ക്യൂ സിഗ്മ ഐ ജി ഐ ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ ഐ ബൈ കെ ടി ഇൻറ്റു എപ്സിലോൺ ഐ. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ 3. കിട്ടിയല്ലോ. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഡിഫറൻഷിയേറ്റിംഗ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു ടി. നമ്മളിനി മോളാർ പാർട്ടീഷൻ ഫംഗ്ഷനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മോളാർ പാർട്ടീഷൻ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ടി കൊണ്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇക്വേഷൻ നമ്മൾ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മോളാർ പാർട്ടീഷൻ ഫംഗ്ഷനെ നമ്മൾ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മോളാർ പാർട്ടീഷൻ ഫംഗ്ഷൻ ഏതാണ് നിങ്ങൾക്കറിയാം. ഏതാണ് മോളാർ പാർട്ടീഷൻ ഫംഗ്ഷൻ? അതായത് ക്യൂ ഇസ് ഈക്വൽ ടു ഏതാണ്, ജി ഐ സിഗ്മ ഐ ജി ഐ ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ ഐ ബൈ കെ ടി. ഇതാണ് മോളാർ പാർട്ടീഷൻ ഫംഗ്ഷൻ. ഇതിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം ഡോ ക്യൂ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ എന്താ ഇക്വേഷൻ വരിക, സിഗ്മ ഐ ഇൻറ്റു ജി ഐ ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ ഐ ബൈ കെ ടി. ഉണ്ടോ, എപ്സിലോൺ ഐ ബൈ കെ ടി. അതിനകത്ത് കെ ടി ഇവിടെ വന്നു. അപ്പോൾ ഇത് ഈ ഒരു ടേമിനെ ടി കൊണ്ട്, ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് എക്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത ഇൻറ്റു 1 ഇ റൈസ് ടു എക്സ് ഡിഫറൻഷ്യൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 ആണ്. എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1 ആണ്. അതേ നമുക്ക് ഇവിടെ എഴുതുമ്പോൾ ഇൻറ്റു അടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ടേമിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ വരിക, മൈനസ് എപ്സിലോൺ ഐ ബൈ കെ ഇൻറ്റു ടി സ്ക്വയർ അല്ലേ, -1/t² വരും. അപ്പം t² വരും. അപ്പോൾ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റു -1/t². അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്ക്, ഡോ ക്യൂ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ 1/kt² ഇൻറ്റു സിഗ്മ ഐ ഇൻറ്റു ജി ഐ ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ ഐ ബൈ കെ ടി ഇൻറ്റു എപ്സിലോൺ ഐ. ഓക്കെ, അതായത് ഈ ഇൻറ്റു എപ്സിലോൺ ഐ നമ്മൾ എവിടേക്ക് എഴുതിയത്, ഇക്വേഷൻ നമ്പർ 3ലേക്ക് നമ്മളിതിന് ഇട്ട് കൊടുത്തതാണ്. ഓക്കെ, ഇൻറ്റു എപ്സിലോൺ ഐ ഇവിടെ നിന്ന് കിട്ടിയ എപ്സിലോൺ ഐ ആണ്, ഈ ഉള്ള എപ്സിലോൺ ഐ ആണ്. ഇത് മൈനസും കൂടി പ്ലസ് ആയിപ്പോയി. സോ സിഗ്മ ഐ ഇൻറ്റു ജി ഐ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ ഐ ബൈ കെ ടി ഇൻറ്റു ഈ 1/kt² നമ്മൾ പുറത്തേക്ക് എടുത്തു. പിന്നെ വരുന്നത് എപ്സിലോൺ ഐ ആണ്. സോ അതാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കിയേ, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സിഗ്മ ഐ ഇൻറ്റു ജി ഐ ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ ഐ ബൈ കെ ടി ഇൻറ്റു എപ്സിലോൺ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, KT². ഈ ബൈ KT² ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും. ദറ്റ് ഈസ് KT² ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്നായി അല്ലേ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഞാൻ ഇവിടെ തന്നെ റീഅറേഞ്ച് ചെയ്യണം അതിനെ. ഇതിങ്ങോട്ട് വരുമ്പം എന്തായിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു KT² ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം വരും. ഈ വാല്യൂ നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച ഇക്വേഷൻ നമ്പർ 3ലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3 ഏതാണ്, ഇ ഈസ് ഈക്വൽ ടു എൻ ബൈ ക്യൂ ഇൻറ്റു സിഗ്മ ഐ ഇൻറ്റു ജി ഐ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ ഐ ബൈ കെ ടി ഇൻറ്റു എപ്സിലോൺ ഐ. നമുക്ക് കിട്ടിയൊരു ഇക്വേഷൻ. ആ ഇക്വേഷനിലേക്ക് ഇ എന്ന് പറഞ്ഞ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടും ഇ ഈസ് ഈക്വൽ ടു എൻ ബൈ ക്യൂ ഇൻറ്റു
ഈ വാല്യൂ എന്തായിട്ടാണ് നമുക്ക് കിട്ടിയത് ഇവിടെ? ഇതിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. എന്താണ്? കെ ടി സ്ക്വയർ ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം നമ്മൾ എഴുതിയത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ എഴുതി നോക്കൂ. നമുക്ക് എന്താ കിട്ടി നോക്കാം. നമ്മൾ ആ ഇക്വേഷനിലേക്ക് ഈ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടി എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഓഫ് ഇൻറ്റേർണൽ എനർജി എൻ കെ ടി സ്ക്വയർ ഇൻറ്റു 1/q ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. നോക്കൂ, ഇതിനെ നമ്മൾ 1/qവിനെ നമ്മൾ ഈ ഇൻ്റഗ്രലിൻ്റെ പാർട്ടിൻ്റെ ഉള്ളിലേക്ക് എഴുതുമ്പം എന്താ വരിക? ഏതോ ഇതിൻ്റെ ഡിഫറൻഷ്യലിൻ്റെ, കാരണം ഇത് എന്തിൻ്റെ ഡിഫറൻഷ്യലാണ് 1/q എന്ന് പറഞ്ഞാൽ ln(q)ൻ്റെ ഡിഫറൻഷ്യലാണ് അല്ലേ. അപ്പോൾ നമ്മളിതിനെ അതിൻ്റെ ഭാഗത്തേക്ക് മാറ്റി എഴുതുമ്പോൾ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും അത് എൻ കെ ടി സ്ക്വയർ ഇൻറ്റു ഡോ ln(q) ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഡോ ln(q) ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. സോ ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ എനർജി ആൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം നിങ്ങൾക്കിപ്പം ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറുന്നത് കൊണ്ട് നമ്മളെല്ലാം പഠിച്ചു വെക്കണം. ഇന്ന ഭാഗം നമുക്ക് ഒഴിവാക്കി വിടാൻ പറ്റില്ല. ചിലപ്പം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കുക, മേ ബി ചാൻസ് ഉണ്ടാവും. എസ്സേ ചോദിക്കുകയോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വേണ്ടേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും നിങ്ങൾ അതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, മറന്നു പോകാതെ ഓർത്ത് വെക്കണം. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതോടുകൂടി സ്റ്റാറ്റിക്കൽ തെർമോഡൈനാമിക്സിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത് നിങ്ങൾക്ക് ആദ്യത്തേതിലുള്ള ചെറിയൊരു ഭാഗം കൂടിയേ അലിസർ എടുത്തരാളൂ. ഓക്കെ, അപ്പം അതുവരെ എല്ലാവർക്കും ബൈ.